പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ വേണം യാത്ര ചെയ്യുവാൻ. കാരണം പഴയ നിയമത്തിലെ വ്യക്തികളിലും സംഭവങ്ങളിലും ആചാരങ്ങളിലും വസ്തുക്കളിൽ പോലും ക്രിസ്തുവിൻ്റെ നിഴലുകൾ ഉണ്ടായിരിക്കും. അവയെല്ലാം ഒരുപോലെ വരുവാനിരിക്കുന്ന രക്ഷകനിലേക്ക്, യേശു ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിലെ ക്രിസ്തുവിൻ്റെ ഒരു നിഴലിനെ കുറിച്ചാണ്. യാക്കോബ് ചേട്ടനായ ഏസാവിനെ ഭയന്ന് അമ്മയുടെ സഹോദരൻ ലാബാന്റെ ഭവനത്തിലേക്ക് ഒളിച്ചോടി പോകുന്ന ആ സമയം, സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അവൻ വഴിയോരത്ത് ഒരു സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി തങ്ങുന്നുണ്ട്. അവൻ ഉറക്കത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ എഴുതി വയ്ക്കുന്നുണ്ട്. അവൻ ഒരു കല്ലെടുത്ത് തലയുടെ അടിയിൽ വെച്ച് അവൻ കിടന്ന് ഉറങ്ങി. നിസാരമായി ഉറങ്ങി എന്ന് പറയേണ്ട ഈ ഒരു വിവരണത്തിൽ എന്തുകൊണ്ടാണ് ഉറക്കത്തിൻ്റെ നിസാരമായ വിശദാംശങ്ങൾ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ ചേർത്ത് വയ്ക്കുന്നത്? അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. യാക്കോബ് തലയുടെ അടിയിൽ വെച്ച ആ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ആ രാത്രി അവൻ ഉറങ്ങുമ്പോൾ ഒരു ദർശനം അവനുണ്ടാകുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നതും ഒരു ഗോവണി അവൻ കാണുന്നുണ്ട്. ആ ഗോവണിയിലൂടെ ദൈവദൂതന്മാര് താഴേക്കിറങ്ങുകയും മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഗോവണിയുടെ അറ്റത്തായി കർത്താവ് അവനോട് ഇങ്ങനെ സംസാരിക്കും: ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന സ്ഥലം അത് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ അവകാശമായി തരും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. യാക്കോബ് ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് പറയും: ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. കർത്താവ് ഈ സ്ഥലത്തുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഈ ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. ഈ സ്ഥലം എത്ര ഭയാനകമാണ് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റിട്ട് അവൻ തലവച്ച് കിടന്നിരുന്ന ആ കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തും. എന്നിട്ട് ആ തൂണിന്മേൽ എണ്ണയൊഴുക്കി. യാക്കോബ് എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്ത ആ കല്ല് ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. ആ കല്ല് വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തു അഥവാ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നാണ്. അങ്ങനെയെങ്കിൽ ആ രാത്രി യാക്കോബ് തലവെച്ച് കിടന്നുറങ്ങിയത് ക്രിസ്തുവിൻ്റെ മടിത്തട്ടിലാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ പാറയെന്നും രക്ഷയുടെ പാറയെന്നും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ അഭിസംബോധന കടന്നു വരുന്നത് ഒരുപക്ഷെ യാക്കോബിൻ്റെ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ഈ അനുഭവത്തിൽ നിന്നായിരിക്കാം. പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും, ഈശോ തന്നെ മൂലക്കല്ലായിട്ട് പറയുന്നുണ്ട്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഈ കർത്താവ് തന്നെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ് നൽകിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം: അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ. ആ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ പത്രോസ് ശ്ലീഹായും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്: ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ യാക്കോബ് അന്ന് ഉറങ്ങാൻ വേണ്ടി തലയുടെ അടിയിൽ എടുത്തു വെച്ച ആ കല്ല് അത് ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. കല്ലിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന രാത്രിയിൽ യാക്കോബ് കാണുന്ന ദർശനവും അത് ഈശോയെ പറ്റിയുള്ളതാണ്. ഒരു സ്വർഗീയ ഒരു ഗോവണി അവൻ കാണുന്നുണ്ട്. ദൈവദൂതന്മാര് ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നവൻ കാണുന്നുണ്ട്. ആ ഗോവണി ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വചനത്തിൽ ഈശോ തന്നെ നഥാനിയേലിനോട് അത് പ്രഖ്യാപിക്കുന്നുണ്ട്: സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്ന നീ കാണും. യാക്കോബിൻ്റെ ഗോവണിയെപ്പറ്റി നേരിട്ട് പരാമർശിക്കാതെ തന്നെ ഈശോ വെളിപ്പെടുത്തും: ആ ഗോവണി അത് ഞാൻ തന്നെയാണെന്ന് കർത്താവ് പ്രഖ്യാപിക്കും. യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിടും. ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. ആ സ്ഥലം ദൈവത്തിൻ്റെ ഭവനമായി യാക്കോബ് പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന വേളയിൽ കർത്താവ് പറയുന്നുണ്ട്: ദേവാലയം അത് എൻ്റെ ശരീരമാണ്. ദൈവമക്കൾ പിതാവായ ദൈവത്തെ നേരിട്ട് കാണുന്നത് ഇനി എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിലൂടെയാണ്. ആ സ്ഥലവും ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ട് മാറുകയാണ്. യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ രാത്രി അവൻ്റെ മനസ്സ് നിറയെ അനാഥത്വവും ഭയവുമായിരുന്നു. അന്ന് അവൻ ആശ്രയമായത് തലയുടെ അടിയിൽ അവനെടുത്തു വെച്ച ക്രിസ്തുവിൻ്റെ നിഴലായി ആ പാറയാണ്. ആശ്രയത്തിൻ്റെ ആ പാറയാണ്. ഇന്നും തളർന്നു പോകുന്നവർക്ക്, ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും കഴിയുന്നവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ജീവനുള്ള പാറയാണ് യേശു ക്രിസ്തു. അന്ന് യാക്കോബ് എണ്ണയൊഴിച്ച് ദൈവനാമത്തിൽ വേർതിരിച്ച ആ പാറ
ക്രിസ്തുവിൻ്റെ പ്രവചനപരമായ ഒരു അടയാളമാണ്.